ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് എടുക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എന്താ ഇങ്ങോട്ടേക്കാട്ടോ വരുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവിടെ എന്തൊക്കെയോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇൻവെർട്ടറൊക്കെ അവിടെ ഇരിക്കുമ്പോണ്ടല്ലോ എനിക്ക് എപ്പോഴും പേടിയാണ് അതിൻ്റെ അകത്തെങ്ങാനും അപ്പുക്കുട്ടൻ പോവുമോ എന്നൊക്കെ. പക്ഷേ അപ്പുക്കുട്ടൻ പോവുമൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെ ഒക്കെ ഒന്ന് അടച്ച് ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ അടച്ചപ്പോഴത്തേന് നമുക്കിവിടെ വാഷ് ബേസിന് ഒരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കും. ഫേസ് വാഷ് ഇട്ടാട്ടോ മുഖം കഴുകുന്നത്. പിന്നെ അവിടെ കണ്ണാടി നോക്കി തന്നെ നിന്ന് പല്ലൊക്കെ തേക്കും. ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ മുറ്റത്തൊക്കെ നടന്നാട്ടോ നമ്മൾ പല്ല് തേക്കുന്നത്. എൻ്റെ സകല ശക്തി എടുത്ത് ഞാൻ പല്ലിലിട്ട് ഒരയാട്ടോ. അങ്ങനെ ഒരച്ചുകൊണ്ട് തന്നെ എൻ്റെ പല്ല് തേക്കുന്ന ബ്രഷ് ഒരു മാസത്തിൽ കൂടുതൽ ഓടാറുമില്ല. ഏട്ടൻ എപ്പോഴും പറയും നിൻ്റെ ബ്രഷ് മാത്രമേ ഇങ്ങനെ കാണുകയുള്ളൂ. പക്ഷെ എൻ്റെ മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെയും ബ്രഷ് ഇങ്ങനെ തന്നെ ആവാറുണ്ട്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചു. ഇനിയിപ്പോൾ പോയി ബ്രഷ് കണ്ടാലും ചിരിക്കണ്ട, ഞാൻ കാണിക്കത്തില്ല. പല്ലൊക്കെ തേച്ചു. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ മുകളിലാട്ടോ വച്ചേക്കുന്നത്. അപ്പോൾ മുകളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. രാത്രിയിൽ പാട്ട് കേട്ടതിൻ്റെ സ്പീക്കറൊക്കെ കട്ടിലിൽ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാനൊക്കെ ഒന്നെടുത്ത് മാറ്റി. സാധാരണ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ അടുക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെറുതെ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ വന്നിട്ട് മുടി ഒന്ന് തോർത്തും എന്നിട്ട് നെറ്റിയിലൊരു ചന്ദനക്കുറി ഇടും കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, കുളിച്ചില്ലെങ്കിലും ഞാൻ ചന്ദനത്തിരി ഇടാറുണ്ട്. ചന്ദനത്തിരിയല്ല, ചന്ദനം നെറ്റിയിൽ തൊടാറുണ്ട്. കാരണം ഞാൻ എന്നും തല നനച്ച് കുളിക്കാറില്ല. പക്ഷെ ഞാൻ ദിവസം ഒരു 3-4 നേരം മേല് കഴുകാറുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. രാത്രി കിടക്കുമ്പോഴാണെങ്കിലും അതിന് തൊട്ട് മുമ്പ് പോയി ഞാൻ മേല് കഴുകിയിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ തല തോർത്തുമ്പോൾ ഇതുപോലെ പതുക്കെ ഒപ്പി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മുടിയെല്ലാം പൊട്ടിപ്പോവും. എന്നിട്ട് ഒരിക്കലും നനഞ്ഞ മുടി ചീകരുത്. വെറുതെ ഒരു ക്ലിപ്പ് എടുത്ത് കുത്താറേ ഉള്ളൂ ഞാൻ, അല്ലാതെ ചീകാറേ ഇല്ല. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നെറ്റിയിൽ സിന്ദൂരം തൊടും കേട്ടോ. എപ്പോഴും ഒന്നും തൊടാറില്ല, എങ്കിലും കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നെറ്റിയിൽ സിന്ദൂരം തൊട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ആട്ടോ, ഭയങ്കര സന്തോഷം തോന്നും. എന്നിട്ട് നേരെ കമ്മലൊക്കെ ഇട്ടിട്ട് അടുക്കളയിലോട്ടാണ് പോകുന്നത്. രാവിലെ ഇത്ര ഒരുങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇങ്ങനെ കാണാൻ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ തുമ്മലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ തലനനച്ചുള്ള കുളി ഞാനങ്ങ് ഒഴിവാക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ കറക്റ്റ് നമ്മുടെ ഈ ഒരു അടുക്കളയിൽ നിന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പൊ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പൊ രാവിലെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, നേരെ ഒന്നും വെളുത്തിട്ടില്ല. നമ്മളൊരു 4:30 ആയപ്പോൾ എണീറ്റു കേട്ടോ. 4 മണിക്ക് എണീറ്റു. പക്ഷെ 4:30 വരെ ഞാൻ അപ്പുക്കുട്ടനെ ഇങ്ങനെ തടവി കൊഞ്ചിച്ച് കിടത്തി ഇങ്ങനെ അവൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു. എന്നിട്ട് 4:30 ആയിട്ട് എഴുന്നേറ്റ് പല്ലേപ്പും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സംസാരിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല. കാരണം ഏട്ടൻ്റെ അച്ഛനൊന്ന് വീണു. അപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് ഫുഡ് കൊണ്ടുപോകണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. അപ്പോൾ അത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. നാടൻ മുട്ട കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ പുട്ടും മുട്ടക്കറിയും അല്ലെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറിയും എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ പുട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പുക്കുട്ടന് സ്കൂളിൽ പോകണം. നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് സെക്കൻഡ് ചാനലിൽ ഇടുവോ ഫസ്റ്റ് ചാനലിൽ ഇടുവോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇട്ടേക്കാം കേട്ടോ, സാധനമൊക്കെ വാങ്ങാൻ പോയല്ലേ. അപ്പം അച്ഛന് വയ്യായിരുന്നു കേട്ടോ, വയറിന് വയ്യായിരുന്നു. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തല കറങ്ങി ബോധം കെട്ടു വീണു. അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി കേട്ടോ, ചുണ്ടൊക്കെ പൊട്ടി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, 2 ദിവസമായി ഹോസ്പിറ്റലിൽ. എന്നാലും ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുക, ഭയങ്കര ക്ഷീണം. അപ്പോൾ എന്താ പറയാ, ആദ്യം എല്ലാവരും ഒന്ന് പേടിച്ചു. പിന്നെ ECGയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നോർമലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുഡ് അവസാനം കുഴയ്ക്കാം. ആദ്യം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാനിന്ന് കുക്കർ മുട്ടക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ടേസ്റ്റും അടിപൊളിയാണ്. അത് ഉണ്ടാക്കി എല്ലാവരും എന്നോട് അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആ ടേസ്റ്റും അടിപൊളിയാണ്, അതുകൊണ്ട് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എരി കുറച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സവാളയൊക്കെ എടുത്തിട്ട് വരാം. അപ്പൊ ഇത്രയും സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് കുക്കറിലിട്ട് അടിക്കുമ്പോണ്ടല്ലോ ഈ സവാള അങ്ങ് ചുങ്ങി ഒരു പരുവാകും. അപ്പൊ നമ്മൾ കുറേശ്ശെ ഇച്ചിരി തോനയും എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയാണ് എന്റെ കട്ടയും പടം ഇളകാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ സവാള എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി
അങ്ങനെ അരിഞ്ഞെടുക്കാം. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പണിയാട്ടോ ഈ സവാളയുടെ തൊലി പൊളിക്കുന്നത്. കാരണം ഇത് ഞാൻ അരിയാൻ എപ്പോൾ എടുത്താലും ഞാൻ കരഞ്ഞൊരു പരുവാവും. ഇനി എന്ത് ഹാക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ തൊലി പൊളിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് കരച്ചിൽ വരുന്നത്. അരിയാൻ പിന്നെ നമ്മുടെ മിക്സിക്കകത്ത് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കുക കേട്ടോ. എൻ്റെ കണ്ണ് നീറിയിട്ട് എനിക്ക് വയ്യായിരുന്നു. ഞാനപ്പോൾ തടവി കൊടുത്തിട്ട് പിന്നെയും പെട്ടെന്ന് പൊളിച്ചെടുക്കുക. ഞാൻ കുറച്ച് അധികം സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ ടൈം എടുത്തു കേട്ടോ അതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. കുറച്ച് നേരം ഞാൻ കണ്ണൊക്കെ പോയിട്ട് മാറി നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും, പിന്നെയും വന്നിരുന്നെരിയും. അങ്ങനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ് എപ്പോഴും ഇത് കണ്ടോ അപ്പുക്കുട്ടന് പുതിയ ബ്രഷ് വാങ്ങിച്ചത്. അപ്പൊ ഞാനത് അവിടെ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പ് അവനത് ആ ഭിത്തിയിലൊട്ടിച്ച് അവിടെ വെച്ച് കളഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് വലിച്ചിളക്കി കഴിഞ്ഞാൽ അവിടുത്തെ തൊലി പോവും. രാവിലെ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കുത്തിയിരുന്ന് അരിയാൻ വയ്യാത്തോണ്ട് ഞാൻ നമ്മുടെ മിക്സിക്കകത്തിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരുപാട് എനിക്കാണെങ്കിൽ ഈ സവാളയുടെ തൊലിയൊക്കെ അപ്പം തന്നെ കൊണ്ട് കളയണം കേട്ടോ. ഈ വേസ്റ്റ് ഒരുമിച്ച് കൊണ്ട് കളഞ്ഞാൽ മതി എന്ന് എന്നോട് എത്ര പറഞ്ഞാലും എനിക്ക് എന്ത് കട്ട് ചെയ്താലും അതിൻ്റെ വേസ്റ്റ് അപ്പം തന്നെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സവാളയുടെ തൊലിയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ആ പാത്രമെല്ലാം അങ്ങ് കഴുകി വെച്ചു. എന്നിട്ട് സവാളയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇത് പ്രീതിയുടെ മിക്സി ആട്ടോ. ഇത് ആദ്യം വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ബ്ലേഡൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ എന്നും യൂസ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഷടയെന്ന് പറ്റും കേട്ടോ. ആദ്യത്തെയൊക്കെ ടൈമിൽ എന്നും എൻ്റെ കൈ മുറിയുമായിരുന്നു, കാരണം ഇതിൻ്റെ ബ്ലേഡിനൊക്കെ അമ്മാതിരി മൂർച്ചയാണ്. അപ്പം ഞാൻ ഇതുപോലെ സവാള ഇട്ടിട്ട് അങ്ങോട്ട് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നത്, അതല്ല നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ബ്ലേഡ് മാറ്റി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തോരൻ്റെ കൂട്ട് സവാള അരിഞ്ഞ് കിട്ടാൻ പറ്റും. അപ്പോൾ അതാ ഇത്ര എളുപ്പമാട്ടോ, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഈ ഒരു മിക്സി ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ യൂസ് ചെയ്യത്തില്ല കേട്ടോ. കാരണം ഞാൻ വിചാരിക്കും ഇനി ഇതും കൂടെ കഴുകി വെക്കണമല്ലോ, അതിലും നല്ലത് കൈയും കൊണ്ടങ്ങ് അരിയുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയാൻ എടുക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ നാളും കൊണ്ടാട്ടോ ഞാനിത് എടുക്കാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അത് യൂസ് ചെയ്യണമല്ലോ എന്ന്. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലും എളുപ്പം ഇതൊക്കെ പറക്കി ഇടണമല്ലോ, അപ്പോൾ ഇതിലും എളുപ്പം നമ്മൾ കൈ കൊണ്ട് അരിയുന്നതാണ്. ഏതൊരു കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പക്ഷേ നമുക്ക് ശീലമായി കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ പുഷ്പം പോലെ നമുക്ക് അരിഞ്ഞ് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയെല്ലാം മാറ്റി വെച്ചിട്ട് ആ മിക്സി അതുപോലെ അങ്ങ് എടുത്ത് കഴുകി മാറ്റി വെച്ചു. അങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എണ്ണ എടുത്തപ്പോഴാണ് എണ്ണ തീർന്നായിരുന്നു. പിന്നെ ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചൊഴിക്കും. അപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ അമ്മ പണ്ടുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കത്തുള്ളൂ കേട്ടോ. ഒരു മീൻ വറക്കാനൊക്കെ 1 സ്പൂൺ എണ്ണയ്ക്കകത്ത് അമ്മ മീൻ വറുത്തെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ മാസത്തിൽ ബഡ്ജറ്റ് ഉണ്ട്, അവർക്കെന്നല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണ വീട്ടിൽ ഉപയോഗിക്കരുത്, അച്ഛന് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് വലുതാകുമ്പോഴത്തേന് കൊളസ്ട്രോൾ ഒക്കെ വരുമെന്നും പറഞ്ഞ് അച്ഛൻ ഓൾറെഡി അന്ന് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ മക്കൾക്ക് വരണ്ടെന്നുള്ള രീതിയിൽ മാസം 1 കിലോ വെളിച്ചെണ്ണ മാത്രമേ എൻ്റെ വീട്ടിൽ അലൗഡ് ഉള്ളൂ. കല്യാണം കഴിച്ച് ഏട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ മാസം 3 കിലോ വെളിച്ചെണ്ണ വരെ അലൗഡ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ അവിടെയൊക്കെ മീൻ വറക്കുമ്പോൾ ഇടയ്ക്കാട്ടിൽ വറക്കുന്നതിനെക്കാട്ടി തോനെയും എണ്ണയൊക്കെ ഒഴിക്കും കേട്ടോ. അങ്ങനെ അപ്പം എനിക്ക് ആദ്യമൊക്കെ ഇത് ഭയങ്കര അതിശയമായിരുന്നു, ഇത്ര എണ്ണയൊക്കെ ഒഴിക്കുമോ മീൻ വറക്കുന്നതിന്, കുറച്ച് എണ്ണ പോരെ എന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിക്കും. അപ്പോൾ അമ്മ പറയും ഇങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടോ ഞാനും ഇങ്ങനെ മീൻ വറക്കുന്നതിന് ഇച്ചിരി തോനെയൊക്കെ എണ്ണ ഒഴിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എത്രയും കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്യാവോ അത്രയും നല്ലതാണ്. എന്നിട്ട് ഈ പൊട്ടിച്ചൊഴിച്ച ഇത് എത്ര വീട്ടിൽ ഈ കലാപരിപാടി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലായിടത്തും കാണും. ബാക്കി വന്ന എണ്ണ ഞാൻ ആ കുക്കറിൽ ഉള്ളിക്കറിക്ക് വേണ്ടി അങ്ങ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇത് വടിച്ച് ഞാൻ ആ കുപ്പിയിലോട്ട് തന്നെ വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെളിച്ചെണ്ണ എങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ അതും കൂടെ ആ കുപ്പിയിലോട്ട് വീഴട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനെ വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് തീർന്നു കേട്ടോ. പിന്നെ ഉള്ള ഉപ്പ് ഞാൻ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. വെള്ളമായിട്ട് കിടക്കുമായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഇത് ഈ ഉള്ളി നല്ല വരണ്ട് കുഴാന്നായി കിട്ടും. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് ഇളക്കി നമ്മൾ വേവിച്ച മുട്ടയൊക്കെ ചേർത്തങ്ങ് ഇട്ടാൽ മതി. ഈ ഒരു റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കരമായിട്ട് സമയം ലാഭവുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അതവിടെ ഇരുന്ന് വിസിലടിക്കുമ്പോഴത്തേന് ഞാൻ കിടക്കുന്ന പാത്രം അപ്പം തന്നെ കയ്യോടങ്ങ് കഴുകി വെക്കുകയാണ്. ഇല്ലെങ്കിൽ അവസാനം അവിടെ ഒരു കുന്ന് തന്നെ എനിക്ക് കഴുകാനുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. പുട്ടിന് നനച്ച് വെച്ചുതാ ഇച്ചിരി കഴിയുമ്പോഴത്തേന് ഇത് സെറ്റായിട്ടിരിക്കും. ചൂടോടെ പുട്ട് പുഴുകാന്ന് വിചാരിച്ചു കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ഒരു 3-4 വിസിലടിക്കും. എല്ലാം ഇത് വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ല അടി പിടിക്കും കേട്ടോ. കുറച്ച് എണ്ണയും വെള്ളം ഒഴിച്ചു കൊടുക്കണം.
അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് നമുക്ക് മുട്ട വേവിക്കാം. അപ്പൊ അതവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം അവിടെ സെറ്റായി. ഇനി അപ്പുക്കുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് ഞാനൊരു കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉദ്ദേശിക്കുന്നത്. ഇനി ഇവൻ തിന്നോന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ചോറ് കൊണ്ടുപോകുന്ന അത്രയും പാടിച്ചെറുക്കാൻ വേറെ ഒന്നുമില്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ തിന്നോളും. പിന്നെ ഇനി പുട്ട് കട്ടിയായി പോവല്ലോ അത്രയും സമയം അവിടെ ഇരിക്കുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പുട്ട് വയ്ക്കാത്തെ. എന്തായാലും അപ്പുക്കുട്ടന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് സെറ്റ് ചെയ്യാം. എന്തൊരു ചൂടാണെന്നറിയാമോ, ഒരു ജനല് തുറന്നിടാന്ന് വെച്ചാൽ കൊതുകിന്റെ അമ്മാച്ചായിരിക്കും. അപ്പുക്കുട്ടന് ഈ കോവയ്ക്ക കൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലും നല്ല മൊരിച്ചിങ്ങനെ കൊടുത്താ ഭയങ്കര ടേസ്റ്റാ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു. ഈ സ്കൂള് തുറന്നിട്ട് ഇതുവരെ ഞാൻ അവന് ചോറ് കൊടുത്തു വിട്ടില്ല കേട്ടോ. ഇത്രയും ദിവസവും അവന് ദോശ, പിന്നെ അപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തു വിട്ടെ. ഇന്ന് ആദ്യമായിട്ടാണ് ഈ വർഷം സ്കൂള് തുറന്നിട്ട് ചോറ് കൊടുത്തു വിടാൻ പോകുന്നത്. അതിപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്നു കഴിയുമ്പോണ്ടല്ലോ, അമ്മേ എന്തിനാ വച്ചേ. ഇന്നലെ അപ്പൂന്റെ സ്കൂൾ ബസ് പോയി. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ നോക്കി നിക്കത്തില്ല. മാത്രമല്ല നമ്മള് നേരത്തെ ഒരുങ്ങി ഇരിക്കുവായിരുന്നു. പക്ഷെ 8:30 വരുന്ന സ്കൂൾ ബസ് ഇന്നലെ 8:10 വന്നു. അതുകൊണ്ട് ആ സമയം ആവുമ്പോഴത്തേന് ഇനി അവിടെ പോയി പോസ്റ്റായിട്ട് നിൽക്കാം. കോവയ്ക്കെല്ലാം ചെറുതായിട്ടാട്ടോ അരിഞ്ഞെടുത്തത്. ഇവിടെ റൗണ്ടായിട്ട് അരിയുന്നതിനെക്കാട്ടി ഇങ്ങനെ നീളത്തിൽ അരിയുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാട്ടോ നീളത്തിൽ അരിയുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കോവയ്ക്ക എല്ലാം കൂടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കോവയ്ക്ക് നന്നായിട്ട് വരണ്ട് വരാൻ വേണ്ടി സമയം എടുക്കും. അപ്പോൾ അത്രയും നേരം അതിൻ്റെ അടുത്ത് നിൽക്കണ്ട, നമുക്ക് പെരയ്ക്കകമൊക്കെ അങ്ങ് തൂത്ത് വാരിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൂക്കാൻ വേണ്ടി പോയി കേട്ടോ. ഞാൻ വൈകുന്നേരവും പെരയ്ക്കകം തൂക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഹാൾമുറി മാത്രമേ തൂത്ത് കൊണ്ടുവരുന്നുള്ളൂ. വേറെ റൂമുകളൊക്കെ വൈകുന്നേരം വൃത്തിയായിട്ട് തൂത്തിടും കേട്ടോ ഞാൻ. പെരയ്ക്കകം തൂത്തതിൻ്റെ സന്തോഷം കേട്ടോ. വന്നിട്ട് ഞാൻ മുട്ട പുഴുകാൻ വേണ്ടി കുക്കറിലോട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഉപ്പിടുന്നതിന് പകരം കുറച്ച് എണ്ണ ഒഴിച്ച് നോക്ക്, ഒട്ടും പുറത്തേക്ക് തെറിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ഇന്ന് എണ്ണ ഒഴിച്ചാണ് മുട്ട പുഴുങ്ങിയത്. സംഭവം അടിപൊളിയാട്ടോ, ഒരു ശകലം പോലും പുറത്തോട്ട് തെറിച്ചിട്ടില്ലായിരുന്നു. അപ്പുക്കുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള മുട്ട പൊരിക്കുക കേട്ടോ. യഥാർത്ഥത്തിൽ അപ്പുക്കുട്ടന് ഈ മുട്ട വൺ സൈഡ് വേവിക്കാതെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇവനെ ബോബിയുടെ വീട്ടിൽ മമ്മി ഷീജാൻ്റെ അവൻ മമ്മി എന്നാട്ടോ വിളിക്കുന്നത്. മമ്മിയുടെ അടുത്ത് പോയപ്പോൾ മമ്മി അങ്ങനെ ഉണ്ടാക്കി തന്നെ, എനിക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലമല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കുക്ക് ചെയ്യാതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ 2 സൈഡ് നല്ലപോലെ കുക്ക് ചെയ്താണ് കൊടുത്തത്. അല്ലെങ്കിലും സ്കൂളിൽ ഞാൻ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തു വിടുള്ളൂ കേട്ടോ. അങ്ങനെ മുട്ട ഉണ്ടാക്കിയത് മാറ്റി വെച്ചു. അവന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കുറച്ച് ചമ്മന്തി അരയ്ക്കാണ് കേട്ടോ. അപ്പുക്കുട്ടൻ്റെ എരിക്കനുസരിച്ച് മാത്രമേ ഞാൻ എല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുട്ടക്കറി, മെഴുക്കുവരട്ടി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം അങ്ങ് തുടച്ച് പറക്കി ഇട്ടു കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തൂകുമല്ലോ, അതുകൊണ്ട് അവിടെ എല്ലാം അങ്ങ് തുടച്ചിട്ടു. എന്നിട്ട് രാവിലെ നടന്ന അംഗത്തിൻ്റെ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകിയിട്ടു കേട്ടോ. കാരണം നമുക്ക് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങണം. അടുക്കളയൊന്ന് ഒതുക്കി മുറ്റത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ കണ്ടില്ലേ ചെരുപ്പും സാധനങ്ങളും എല്ലാം. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരുപാട് സാധനങ്ങളും ഒക്കെ മുറ്റത്ത് കിടക്കുകയാണ്. ആദ്യം തന്നെ തൂക്കാൻ പറ്റില്ല, പത്രങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ചു. പിന്നെ ചെരുപ്പുകളെല്ലാം ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചു കേട്ടോ. കത്തിക്കാനുള്ളതെല്ലാം കത്തിക്കാനുള്ള പാട്ടയിലും പ്ലാസ്റ്റിക് എല്ലാം വേറെ പാട്ടയിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടുക്കി വെച്ചു. ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ഈ ഒരു സൈഡിൽ വലിയൊരു ഷൂറാക്ക് പണിയണമെന്ന്. ഒരു സൈഡിൽ ഫുള്ള് പത്രം അടുക്കി വെക്കാനും പിന്നെ ചെരുപ്പ് വെക്കാനും വേണ്ടിയിട്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം അതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോലത്തതൊക്കെ എൻ്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അടുക്കള സൈഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ബോക്സിൽ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ഈ പണിതപ്പോൾ ബാക്കി വന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ പേപ്പറും കാര്യങ്ങളും ഒന്നും അല്ലാതെ തന്നെ ഈ അലൂമിനിയത്തിൻ്റെ തന്നെ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് കളയാനൊരു പേടി, കാരണം ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ സൈഡിലോട്ട് തന്നെ അങ്ങ് വെച്ച് കേട്ടോ. പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു ചെടികളുടെ ഇലകൾ മാത്രമേ കിടപ്പുള്ളൂ, പക്ഷെ അതൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രണ്ടിൽ വലിച്ചു വാരിയിട്ടേക്കുന്ന ചെരുപ്പ്, ആ കൂട്ടത്തിൽ എൻ്റെ ചെരുപ്പുകളും ഉണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും പണി നടക്കുവാണെങ്കിൽ നമുക്കൊന്നും കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ അവസാനം വിചാരിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കട്ടെ, പണി മൊത്തം കഴിഞ്ഞിട്ട് അടുക്കി പറക്കാമെന്ന്. അങ്ങനെ ചെരുപ്പെല്ലാം അടുക്കി പറക്കി സൈഡിലോട്ട് കൊണ്ടുവച്ചിട്ട്
ഈ സൈഡിലെ ഇലകളെല്ലാം തൂത്തും ഇറക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മീൻകാരൻ ചേട്ടൻ നേരത്തെ വരും കേട്ടോ, രാവിലെ തന്നെ വരും. അങ്ങനെ തൂത്തുകൊണ്ട് നിന്നെല്ലാം വാരിക്കളഞ്ഞ് അകത്തോട്ട് കയറാൻ പോയപ്പോഴാണ് മീൻകാരൻ ചേട്ടൻ വന്നത്. അയ്യോ ഇവിടെ ആരും കൂട്ടത്തില്ല കൊള്ളാം, പക്ഷെ അഴിക്കണ്ടേ ഇവിടെ ആരും. വേറെ മീനൊന്നും ഇല്ലായിരുന്നു. കണമ്പുണ്ട്, മുള്ള കണമ്പും മുള്ളില്ലാത്തല്ലേ, വലിയ മുള്ളില്ലാത്തത്. കൊഞ്ച് കേട്ടോ, നല്ല അടിപൊളി കൊഞ്ച് ഉണ്ടോ? ഞങ്ങള് കൂട്ടത്തില്ല. കായലൊഞ്ച് വലിയ കൊഞ്ചില്ലേ? ചാള എടുക്കട്ടെ, ഭയങ്കര വില. 250 രൂപ 1 കിലോ ചാളക്ക്. 18 എണ്ണം തൂങ്ങും, 18 എണ്ണം തൂങ്ങും 1 കിലോ ചാള. 250 രൂപ. ചാള എടുക്കട്ടെ, ചാള എടുക്കട്ടെ. അടിപൊളി ചാള, അടിപൊളി ചാളയുണ്ട്. ഒന്നായി ഇപ്പൊ എടുത്ത് എല്ലാം പാലടക്കി, അപ്പൊ എല്ലാരും പരാതികൾ തന്നെ, ചെല്ലുന്നിടത്ത് എല്ലായിടത്തും തന്നെ. ഞാൻ പോയി പൈസ എടുത്തോണ്ട്. എങ്കിൽ പിന്നെ ചാള കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ. കൊഞ്ച് എനിക്ക് അലർജിയാണ്, അപ്പോൾ അത് വാങ്ങാൻ പറ്റില്ല. ചാള സീച്ചേട്ടൻ കൂട്ടൂല്ല, അതുകൊണ്ടാണ് ഞാനങ്ങ് മടിക്കുന്നത്. പിന്നെ 100 രൂപയ്ക്ക് ചാള വാങ്ങാമെന്ന് വിചാരിച്ചു. 100 രൂപ തപ്പി ഞാൻ ആ പെരയ്ക്ക് മൊത്തം നടന്നു, കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ മീൻ കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് അപ്പുക്കുട്ടനെ എണീപ്പിക്കാൻ വേണ്ടി വന്നു കേട്ടോ. രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, അപ്പോൾ എഴുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ തൂക്കി കൊടുത്തു. അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഏട്ടനാണെങ്കിൽ ഇടയ്ക്ക് ഉണർന്ന് കഴിയുമ്പോൾ ഈ ഫാൻ്റെ അടിയിൽ കിടക്കുമ്പോൾ മൂക്ക് അടയൂന്നും പറഞ്ഞ് അപ്പുറത്തെ റൂമിൽ ചെന്ന് കിടന്നു കേട്ടോ. രാവിലെ ഈ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്, പക്ഷേ തണുപ്പാന്നും പറഞ്ഞ് അപ്പുറത്തെ റൂമിൽ ചെന്ന് കിടന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാന്ന് എന്നോട് ചോദിച്ചിട്ട്, അച്ഛൻ എണീറ്റില്ലേ, ഞാൻ അച്ഛൻ്റെ കൂടെ പോയി കിടക്കാന്നും പറഞ്ഞ് അപ്പുക്കുട്ടൻ അച്ഛനെ പോയി കെട്ടിപ്പിടിച്ച് കിടന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ അവൻ വരാൻ നോക്കിയിരുന്ന കൂട്ട് അവനെ മുറുക്കി തിരിച്ച് കെട്ടിപ്പിടിച്ചു. പിന്നെ ഞാൻ കൂടി ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവനെ എഴുന്നേപ്പിച്ചുകൊണ്ട് വന്നത് കേട്ടോ. പിന്നെ ഓടിക്കൊണ്ടൊന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി നിർത്തി. എനിക്ക് അവൻ എങ്ങനെ ബ്രഷ് ചെയ്താലും എനിക്ക് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല കേട്ടോ. എനിക്ക് എന്തോ അറിഞ്ഞുകൂടാ, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവനെ വൃത്തിയായിട്ട് പല്ല് തേപ്പിച്ച് കൊടുക്കുന്നത്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് മുഖം ഒന്ന് കഴിയുമ്പം പകുതി ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് പോകും കേട്ടോ. പിന്നെ ഒന്ന് ആക്റ്റീവായി തുടങ്ങും. പിന്നെ തലവഴി വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഫുൾ സെറ്റാവും. പിന്നെ അവന് നിർബന്ധവും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, കാരണം രാത്രി നേരത്തെ ഉറങ്ങണ്ടേ. ഞാനിപ്പോൾ നേരത്തെ വിളിച്ച് എണീപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ രാത്രിയിൽ നല്ലപോലെ നേരത്തെ അവൻ ഉറക്കം വന്ന് അവൻ കിടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും കൂടെ ചെന്നൊന്ന് കിടന്നാലേ പുള്ളി ഉറങ്ങത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കും. അതാണ് ആകെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ കുട്ടനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ എന്നും ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാറില്ല, നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കാറുള്ളൂ. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇനി ചൂടുവെള്ളം കിട്ടിയില്ലെങ്കിലോ അങ്ങനെ അല്ലാതെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പനി എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും പച്ചവെള്ളത്തിൽ തന്നെയാട്ടോ അപ്പുക്കുട്ടനെ കുളിപ്പിച്ച് ഇതാ കൊണ്ടുവരുന്നത്. കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നിലത്തിക്കത്തില്ല കേട്ടോ, തണുക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. ചില വീഡിയോയ്ക്ക് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് യൂട്യൂബ് തന്നെ ഓഫ് ചെയ്തിടും. അങ്ങനെ ഞാൻ അപ്പൂന് ഇതാ യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവന് യൂണിഫോമിനുള്ള ആ പുതുമയൊക്കെ ഒന്ന് പോയി. കാരണം ഇപ്പോൾ യൂണിഫോം ഇടുമ്പോൾ ടൈറ്റാണ്, അതാണ് ഇതാണെന്ന് ഒരുപാട് ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ബുക്സൊക്കെ വേണ്ടത് എടുത്ത് ബാഗിൻ്റെ ഉള്ളിലോട്ട് വെക്കുകയാണ്. അങ്ങനെ ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് നല്ല ചിരിച്ച മുഖത്തോടെ അപ്പുക്കുട്ട സെറ്റായിട്ടുണ്ട്. ഉറക്കപ്പിച്ചൊക്കെ പോയി എന്ന് തന്നെയാണ് അർത്ഥം. മുട്ട വേണ്ടേ? അപ്പുക്കുട്ടന് മുട്ട വേണ്ടാന്നൊക്കെ പറഞ്ഞാലും മുട്ടയുടെ മഞ്ഞയായിരുന്നു കേട്ടോ പണ്ട് കഴിക്കുന്നത്. ഇപ്പം മുട്ടയുടെ വെള്ള മാത്രമേ കഴിക്കത്തുള്ളൂ. സാധാരണ ഞാൻ ആലോചിക്കുന്ന എല്ലാ പിള്ളേരും വെള്ളയല്ലേ കഴിക്കുന്നത്, ഇവൻ മാത്രം മഞ്ഞ കഴിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം അവൻ നേരെ തിരിച്ച് വെള്ള മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഞാൻ പുട്ട് ഓരോന്ന് പുഴുങ്ങുന്നുണ്ട് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അപ്പുക്കുട്ടന് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് വായി ഇറങ്ങാൻ നല്ല പാടായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ച് കേട്ടോ. അത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഒരു വാ കുടിച്ചിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് കുറേച്ചെ അവന് കൊടുത്ത് തീർത്തു. ഫുള്ളൊന്നും കഴിച്ചില്ല, ഞാൻ ആകെ
അരക്കുറ്റി പുട്ടേ എടുത്തുള്ളൂ. അത് തന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചത്. അതിൽ കുറച്ച് ബാക്കി വെച്ചു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനി അങ്ങ് തുറന്ന് വെക്കേണ്ട, അത് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കുത്തിക്കയറ്റിയും കഴിച്ചു കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇനി പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ അങ്ങ് തീർത്തു. അടുക്കളയിൽ എനിക്ക് കഴിക്കാൻ കൂട്ടിന് അപ്പുകൂട്ടൻ നിലത്ത് വന്നിരിപ്പുണ്ട്. എടാ ഇരിക്കണ്ടടാ, നിലത്തിരിക്കുക അഴുക്കാവുന്നൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കൂല കേട്ടോ. അമ്മ എവിടെ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ കൂട്ടിരിക്കുക എന്ന് പറയും. എനിക്ക് അപ്പുകൂട്ടൻ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ ഒരു കാര്യം കേട്ടോ. 2 മാസം വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മുടെ പുറയിൽ ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ. പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാനിങ്ങനെ ഏട്ടനെ എപ്പോഴും ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. സിച്ചേട്ടാ സിച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി. ഞാൻ 2 ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം അപ്പുക്കുട്ടനും ഒരെണ്ണം ഏട്ടൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഈ അകത്ത് തേങ്ങ വരുന്ന മുട്ടായി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തോണ്ട് വന്നിട്ട് അമ്മയെ ഞാനിത് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ID കാർഡ് പിന്നും കൊണ്ട് കുത്തി കൊടുക്കുക കേട്ടോ. അവർക്ക് തൽക്കാലത്തേക്ക് കൊടുത്തേക്കുന്ന ID കാർഡാണ്. അത് കഴിഞ്ഞ് അവൻ വെച്ച ബുക്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഞാൻ എടുത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം എടുത്ത് വെച്ചു. അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ലഞ്ച് കൊണ്ടുവച്ചു കേട്ടോ. അവൻ്റെ എല്ലാം ടവലിൽ പൊതിഞ്ഞ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞ് സ്നാക്സും എല്ലാം ഒന്ന് എടുത്ത് വെച്ചു. നമ്മളെ സ്കൂളിൽ ഇരുന്ന് സാക്സ് കഴിപ്പിക്കുന്ന അതെന്താന്ന് പറയട്ടെ. സ്കൂളിൽ ഇരുന്നോ സാക്സ് കഴിപ്പിക്കുന്ന 8 മണി ഞാൻ വിചാരിച്ചു ഇതെന്തിന് എന്നിട്ട് സാക്സ് കഴിച്ചിട്ട് ലഞ്ച് ബോക്സ് എടുത്ത് കഴിക്കാം. പിന്നെ ഉച്ചയായപ്പോ സാക്സ് കഴിപ്പിക്കുന്നത്, വേറെ ഉച്ചയായപ്പോ ചോറ് കഴിപ്പിക്കുന്നത്. അവൻ്റെ ഓരോ പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കേട്ടോണ്ട് തന്നെ അവന് സോക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോൾ സോക്സ് ഇടാനിരുന്നാലും ഇവനെൻ്റെ മുടി തടവി ഒരു പരുവാക്കും. ആദ്യമൊക്കെ ഞാൻ പറയടാ അട്ടങ്ങീരിയടാ എന്ന് പറഞ്ഞിപ്പോൾ ഞാൻ അടുത്തിട്ട് ഞാനിപ്പോൾ ഒന്നും മിണ്ടൂല. ഒന്നുകൂടെ കെട്ടിയാൽ പോരേന്ന് ഞാനങ്ങ് വിചാരിക്കും. ഇങ്ങോട്ട് നോക്കി കൊടുക്കുക, അങ്ങോട്ട്. അവര് വരുവാടാ, നമ്മളിന്ന് നേരത്തെയാ. കണ്ടോ ഓരോ സ്കൂൾ ബസ്സൊക്കെ പോകുന്നേ. അപ്പം നമ്മൾ 8:10 ഇവിടെ വന്ന് നിന്നു കേട്ടോ. ഇന്നലെ 8:10 സ്കൂൾ ബസ് പോയതുകൊണ്ട് ഇന്ന് 8:10 വന്ന് നിന്നു. വേറെ ആരും വന്നിട്ടില്ല, ഞങ്ങളാ ഫസ്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ കാറിലവിടെ വന്ന് കിടപ്പുണ്ട്, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കൂട്ടാ രാവിലെ എണീക്കുമ്പോൾ എന്താ ഈ വിഷമം? പിന്നെ സ്കൂൾ സോക്സ് ഒക്കെ ഇടുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. യെല്ലോ ഷർട്ട് വെള്ളിയാഴ്ച ഇടുന്നത്. പാന്റ് അത് തന്നെ. അങ്ങനെ ബസ് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അപ്പുക്കുട്ടൻ ഇരുന്നിട്ടേ വണ്ടി എടുക്കാവൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. അപ്പോൾ ഇത്രയും കുട്ടികൾ നമ്മുടെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരോടും ഒരുമിച്ചാണ് കയറുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവൻ ഇരുന്ന് കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാവൂ എന്ന്. ഈ ചേട്ടനോടും പറഞ്ഞു, ഡ്രൈവർ ചേട്ടനോടും പറഞ്ഞു. അപ്പോൾ എന്താ അപ്പുക്കുട്ടൻ എന്താ കയറിയിരുന്നു, അവൻ്റെ ബാഗ് അങ്ങോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പുക്കുട്ടനെ സ്കൂളിൽ വിട്ടു. ശ്രീചേട്ടൻ ചെന്ന് പറഞ്ഞു കേട്ടോ, കുഞ്ഞിരുന്നിട്ടേ വണ്ടി എടുക്കാവൂ എന്ന് പറഞ്ഞു. അവൻ പിന്നെ അച്ഛൻ്റെ കൂടെ ബാക്കിലോട്ട് കയറിപ്പോയി. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയ്ക്കും ഫുഡ് കൊടുത്തിട്ട്, ഞാൻ പെട്ടെന്ന് അപ്പു കഴിച്ചതിൻ്റെ ബാക്കി ഞാനങ്ങ് കഴിച്ചു കേട്ടോ. ഏട്ടന് ഫുഡ് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവാം റെഡി ആയിട്ട്. എന്നിട്ട് ഇന്നെന്തിനാ പോന്നേ? അതെങ്ങനെ റെസ്റ്റ് പറഞ്ഞല്ലയോ, പിന്നെ ഇതെവിടെ പോവാ? എന്ത് പറ്റി? അപ്പു പോയി. ഇപ്പൊ അപ്പുവിന്റെ വണ്ടി ആദ്യം വരും. ടാറ്റാ. ആണോ? ടാറ്റാ. പെട്ടെന്ന് വീട്ടിലോട്ട് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ആ റൂം ഒന്ന് തൂത്തിറക്കി കേട്ടോ. കാരണം അപ്പുക്കുട്ടനൊക്കെ ഉറങ്ങുമായതുകൊണ്ട് എനിക്ക് രാവിലെ ഈ റൂം തൂക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് ഞാൻ റെഡിയായിട്ട് അമ്മയുടെ അടുത്ത് ഫുഡും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ റെഡിയായിട്ട് ഇരുന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ കേട്ടോ ഏട്ടൻ ഇറങ്ങി വന്നത്. അല്ലേലും ഇപ്പം എല്ലായിടത്തും പെണ്ണുങ്ങൾക്കല്ലേ ഒരുങ്ങാൻ താമസം. എൻ്റെ വീട്ടിലെ ഏട്ടനാണ് റെഡിയായിട്ട് വരാൻ താമസം. ഞാൻ എപ്പോഴും ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കലാണ് കേട്ടോ ഇവിടുത്തെ പണി.
അങ്ങനെ ഏട്ടൻ വന്നിട്ട് നമ്മൾ നേരെ കാറി കയറി പെട്രോൾ അടിച്ചു കഴിഞ്ഞ് നേരെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലോട്ട് പോയി കേട്ടോ. നമ്മൾ അവിടെയാണ് അച്ഛൻ അഡ്മിറ്റ് ആയിരിക്കുന്നത്. താമസിച്ചു, ഭയങ്കര ബ്ലോക്കായിരുന്നു കൊട്ടിയത്ത്. 3 നില കയറണം. 3 നിലയാണോ 3 സ്റ്റെപ്പാണോ കയറണം. എത്തി ഞാൻ യേശു ക്രിസ്തുവിനെ ആട്ടോ അടയാളം വെക്കുന്നേ. ഇതൊരു ട്രാഫിക് അയ്യോ ആണോ കഴിക്ക്. ഞാൻ പോയി ചായ വാങ്ങിച്ചോണ്ട് വരാം. ഞങ്ങൾക്ക് എടുത്ത് അന്ന് അപ്പൂൻ്റെ ബസ് 8:25 വന്നു. ഞാൻ 8:05 ആയപ്പോൾ അവിടെ പോയി നിൽക്കുക. ബസ് വരട്ടെ ചോദിച്ചു. സീച്ചാൻ്റെ ഫോൺ വിളിച്ചപ്പോൾ ട്രാഫിക്കാണ് കൊട്ടിയത്ത്. എന്തൊരിത്. എണീക്ക്, ഞാൻ പോയി ചായ വാങ്ങിച്ചോണ്ട് വരാം. തേയിലവെള്ളം പോരെ? ചായ കുടിക്കുവോ? ആന്നാ ഓക്കെ. പഞ്ചാര വേണ്ടേ? അമ്മ കഴിക്കും. ഫുഡ് കൊടുത്ത് ഞാൻ അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇവിടെ നിന്ന് വാങ്ങിക്കാം. വേണോ? അമ്മ കഴിക്കും. വാ കിട്ടുന്നില്ല. അതായിരിക്കും. അതുണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, പിന്നെ ഈ സീച്ചേട്ടൻ കഴിക്കാത്ത. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഥ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛന് ഡിസ്ചാർജ് ചെയ്യും. എനിക്കൊന്ന് 2-3 ദിവസം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേനും മനസ്സിനൊരാശ്വാസമായി. അപ്പോൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛനും അമ്മയ്ക്കും ടാറ്റ കൊടുത്തിട്ട് മീൻ വാങ്ങാൻ വേണ്ടി നമ്മൾ സുപ്രീമിലോട്ടാട്ടോ പോകുന്നത്. കാരണം ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനൊക്കെ ബുദ്ധിമുട്ടാണ്. ടാറ്റാ. അച്ഛൻ്റെ 2 പോയിട്ട് വരാം. ടാറ്റ. കൊഞ്ച് വേണോ? താറാവ് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ താറാവ് വേണോന്ന് പറയും. എനിക്ക് ഈ താറാവിറച്ചി പറ്റൂല കേട്ടോ. അതിൻ്റെ പാവം മുഖം കണ്ടിട്ട് അതിനെ എങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതിൻ്റെ രുചി പിടിക്കത്തില്ല, എന്താണോന്ന് അറിയില്ല. എനിക്ക് താറാവ് പിടിക്കൂല. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താറാവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി താറാവി കൈ തൊട്ടാൽ ഞാൻ കൈ കൊത്തു എന്ന് പറഞ്ഞ് വേറെ നിർത്തിയേക്കാണ് ഏട്ടനെ. ചിക്കൻ്റെ ലെഗ് വേണോ? അപ്പൂൻ്റെ ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടി ടവല് നോക്കിയതാട്ടോ. പക്ഷേ എടുത്തത് ഫ്ലോപ്പായിപ്പോയി. ഞാൻ എടുത്തത് ചെറിയ ടവലായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ലഞ്ച് ബോക്സ് പൊതിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡൈനിങ് ടേബിളിൻ്റെ നമ്മുടെ ആ വാഷ് ബേസിനില്ലേ, അവിടുത്തെ ചില കണ്ണാടിയിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ വെളുത്ത പാട് പോലെ, ആ പാട് എന്നോട് ആരോ പറഞ്ഞു തന്നു. അത് നമ്മളിങ്ങനെ കഴുകിയിട്ട് വെള്ളം തുടയ്ക്കാതെ ഇടുമ്പോൾ വരുന്നതാണെന്ന്. അതുകൊണ്ട് എപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം വീണാലോ അത് അപ്പോൾ തുടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനത് വാഷ് ബേസിൻ്റെ അടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ ഒരു വൈറ്റ് കളറിലെ ടവൽ എടുത്ത് കേട്ടോ. 50 രൂപയുടെ ഐസ്ക്രീം 150. ഇതാപ്പോൾ കൂട്ടാൻ വീഡിയോ കാണുമ്പോഴും പറയും. ഇല്ല, ഇത് കാണൂല, ഞാൻ കാണിക്കത്തില്ല. ₹150 ചൊക്കോബാർ ഞാൻ തിന്നുന്നത്. ഇത് 150 രൂപ. 30 രൂപയ്ക്ക് നമ്മളെ ഉത്സവപ്പറമ്പിൽ നിന്നും അവിടെ നിന്നും ഒക്കെ വാങ്ങിച്ചു തിന്നുന്ന സാധനം 150 രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തുവെന്നറിയാനുള്ള ത്വര മൂത്ത് ഞാനിത് വാങ്ങിച്ച് കഴിച്ചു നോക്കി. കഴിച്ചപ്പോൾ നല്ല ചോക്ലേറ്റും പിന്നെ നട്ട്സിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ ഉണ്ട്. കൊള്ളാം, ഭയങ്കരമായിട്ട് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഇതിന്റെ കട്ടിക്ക് തന്നെ പുറത്തുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. അപ്പുകുട്ടിന് ഇത് കാണുമ്പോൾ എന്നെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അവന് ഞാൻ ഒരു ഡ്യൂപ്ലി ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ ഞാൻ വാങ്ങിച്ച് വേറെ വെച്ചിട്ടുണ്ട്. ആ ത്വര ഞങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ.
കൊളസ്ട്രോൾ വരും, കഴിച്ചൂടാ. നിനക്ക് വയറിളക്കോ? വേണ്ട, ഒറ്റയ്ക്കിരുന്നങ്ങ് മുണിയിക്കും. എന്നിട്ട് എന്തിനാ കിണിക്കുന്നേ? അങ്ങനെ നമ്മള് വീടെത്തി കേട്ടോ. കൊച്ചു പുട്ടായതുകൊണ്ട് ഞാൻ 3 പുട്ട് വെച്ചിരുന്നത്, പക്ഷെ 2 പുട്ടിന്റെ ആവശ്യമുള്ളായിരുന്നു. ഇനിയിപ്പോ ഇത് കളയാ കേട്ടോ, കാരണം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതായത്. വീട്ടിൽ വന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് പറക്കി വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ച ടവല് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ ഇത്രയും ചെറിയ ടവലായെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, ഈ വാഷ് ബേസിന്റെ അടിയിൽ ഇതുപോലെ വെക്കാന്ന്, കാരണം വെള്ളം തുടയ്ക്കാൻ വേണ്ടി നല്ലതാണ് ഗ്ലാസ്സിൽ വീഴുന്നത്. അപ്പം ഞാൻ വീണ വെള്ളമൊക്കെ ഇപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഇങ്ങ് അടുക്കളയൊക്കെ ഒതുക്കി പറക്കി എല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടു. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് എടുത്തു വെച്ചു. ഉച്ചയായപ്പോഴത്തേന് ഏട്ടന് പോകണമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഏട്ടൻ്റെ ഷർട്ടും എല്ലാം എടുത്ത് അങ്ങ് അയൺ ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് നേരെ തുണി കഴുകാൻ വേണ്ടി ഇട്ടു കേട്ടോ. കുറച്ച് തുണി ആയിട്ടുണ്ടായിരുന്നു, അപ്പൻ്റെ യൂണിഫോമും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് കഴുകാൻ വേണ്ടി. അപ്പോൾ തന്നെ 3 യൂണിഫോം ആട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 3 യൂണിഫോമും ഇട്ട് തീർന്നു. ഇനി ഇത് കഴുകി ഉണങ്ങിയാലേ അടുത്ത ട്രിപ്പ് അവന് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം കൂടെ പറക്കി ഇട്ടത് ആയിട്ടില്ലായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്, എങ്കിലും ഞാൻ അവൻ്റെ എല്ലാം കൂടെ അങ്ങ് പറക്കി ഇട്ടു. എന്നിട്ട് ഇതാ ലിക്വിഡും ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് കംഫർട്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഞാൻ പോകാൻ നിന്നപ്പോൾ നമ്മുടെ ഒരു ചെടി കുറച്ച് വാടി നിൽക്കുന്ന പോലെ തോന്നി കേട്ടോ. പിന്നെ അതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് താഴെ വന്നപ്പോഴത്തേന് ചൂട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഞാൻ മുടിയെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിട്ട് അമ്മയെ ഫോൺ വിളിച്ചു. ഇന്ന് രാവിലെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ബിസി അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്കുമായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ടിരുന്ന അമ്മയോട് കാര്യം പറഞ്ഞു. കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു സീരീസ് ഇട്ട് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡൈനിങ് ടേബിളൊന്നും ഇരുന്നില്ല, കറക്റ്റ് ഫാൻ്റെ അടിയിൽ ഇരുന്നാലേ എനിക്ക് ചൂട് മാറുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്ന കേട്ടോ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വാഷ് ബേസിനല്ല വാഷിംഗ് മെഷീനിലുള്ള തുണിയെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി കേട്ടോ. 3 ഇങ്ങനെ ബീപ്പ് അടിക്കും. അപ്പോൾ അത് ഞാൻ കൈയോടെ കൊണ്ടുവന്ന് അങ്ങ് വിരിച്ചിട്ട് കേട്ടോ. ഈ വെയിലത്താവുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും. അതുപോലെ പുകയും കേട്ടോ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. ഒരു സൈഡിൽ തികയാത്തോണ്ട് അപ്പുറത്തെ സൈഡിലൂടെ വിരിക്കാൻ വേണ്ടി പോയി. ആ 3 ഷർട്ടും ഏട്ടൻ്റെ കേട്ടോ, വൈറ്റ്. എവിടെ വൈറ്റ് കണ്ടാലും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അതങ്ങ് വാങ്ങിച്ചോളൂ. അപ്പോൾ അത് 3 കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടി ഇട്ടേക്ക്. എന്നെ കൊണ്ട് തുടിയിക്കില്ല കേട്ടോ, വൈറ്റിൽ അഴുക്കാക്കൂന്നും പറഞ്ഞിട്ട്. എനിക്ക് ഈ വൈറ്റ് ഒന്നും അത്രയ്ക്ക് ഓടത്തില്ല കേട്ടോ, കാരണം എനിക്ക് അത്ര ശ്രദ്ധയില്ലാത്തതുകൊണ്ട് വൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അഴുക്കാക്കും. അതുകൊണ്ട് ഏട്ടൻ എന്നെ അത് തുടിയിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പുക്കുട്ടൻ്റെ സ്കൂളിൽ നിന്നോട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നത്, അപ്പുക്കുട്ടനെ കണ്ടപ്പോൾ അയച്ചു തന്ന കേട്ടോ ഒരു കുട്ടി. അപ്പുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. വരും, സ്കൂള് തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നോക്കാം. 4:20 തൊട്ട് ഞാനിവിടെ വന്ന് നിൽക്കുക കേട്ടോ. 4:30 ആവുമോ വരുമെന്നറിയാം. പിന്നെ അച്ഛൻ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, അവർ കുറേ പിള്ളേരുണ്ട് ഇവിടുന്ന്. സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിൽ വന്ന് ഉടുപ്പൊക്കെ മാറി സെറ്റായിട്ട് ഇരുന്നപ്പോഴത്തേന് ബോബിക്കുട്ടൻ കളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അപ്പു ചക്കവറ്റിൽ തിന്നുമായിരുന്നു. പിന്നെ അവർ 2 പേരും കൂടി ഇരുന്ന് ചക്കവറ്റിലൊക്കെ കഴിച്ചിട്ട് പുറത്ത് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുക്കുട്ടനോട് പറയും, അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് പഠിപ്പിക്കാനിരുത്തി അമ്മയുടെ കയ്യിൽ നല്ല ഞുള്ളും അടിയൊക്കെ കിട്ടും, അതുകൊണ്ട് മോനായിട്ട് പഠിച്ച് തീർത്താൽ മിക്കനാന്ന് പറയും കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഞാൻ അപ്പുക്കുട്ടനോട് പറയുന്നത്. അതുകൊണ്ട് അവൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് എഴുതും. എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ചെയ്യും കേട്ടോ. എഴുതി പഠിക്കും. പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേക തരം വിശപ്പ് എൻ്റെ അപ്പുക്കുട്ടന് വരും കേട്ടോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചക്കവറ്റിൽ പ്ലേറ്റിൽ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്, വെള്ളവും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പുവിന് സ്കൂളുള്ള ദിവസം ഇങ്ങനെയാണ് പോകുന്നത്. കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്, എങ്കിലും സാരമില്ല. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.